കുറച്ച് വർഷങ്ങൾക്ക് ശേഷം യഹോവയായ ദൈവം നമ്മുടെ ഏലിയ പ്രവാചകനോട് പറയും, മതിയാക്കിക്കോ നിന്റെ താമസം, ഇനി നീ ആഹാബിനെ പോയി കണ്ടോ, ഞാൻ ഇനിയും ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ബൈബിളിൽ ഒരു പുതിയ കഥാപാത്രത്തെ പറ്റി പറയുന്നുണ്ട്. അതാണ് ഒബദ്യാവ്. ഒബദ്യാവ് നമ്മുടെ ആഹാബ് രാജാവിൻ്റെ വീട്ടിലെ ഗ്രഹവിചാരകനായിരുന്നു. ഒബദ്യാവാണെങ്കിലോ നമ്മുടെ യഹോവയുടെ മഹാഭക്തനായിരുന്നു. ഇസബേൽ രാജ്ഞി യഹോവയുടെ പ്രവാചകന്മാരെ കൂട്ടമായി കൊന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പോലും രഹസ്യമായി ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒബദ്യാവ്. ഈ ഒബദ്യാവ് ആഹാബിൻ്റെ മൂക്കിൻ തുമ്പിലിരുന്നു കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ 100 പ്രവാചകന്മാരെ പല ഗുഹകളിലാക്കി ഒളിപ്പിച്ച് താമസിപ്പിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള അപ്പവും വെള്ളവും ഒക്കെ കൊടുത്ത് രക്ഷിച്ചിരുന്നു. നാട്ടിൽ അവശേഷിക്കുന്ന നീരുറവകളിലോ തോടുകളിലോ അല്പമെങ്കിലും വെള്ളം ബാക്കിയുണ്ടെങ്കിൽ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരയോ കോവർ കഴുതയോ രക്ഷിക്കാൻ സാധിക്കുമല്ലോ എന്നോർത്ത് ആഹാബ് രാജാവ് ഒബദ്യാവിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഒബദ്യാവ് വെള്ളം തേടി പോകുന്ന ആ വഴിക്കാണ് നമ്മുടെ ഏലിയ പ്രവാചകൻ ആഹാബിനെ കാണുവാനായി വരുന്നത്. ഏലിയ പ്രവാചകനെ കണ്ട പാടെ ഒബദ്യാവിന് മനസ്സിലായി. ഒബദ്യാവ് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ്. പിന്നീട് ഏലിയ പ്രവാചകൻ പറഞ്ഞ പ്രകാരം ഒബദ്യാവ് ആഹാബിനെ ചെന്ന് കണ്ട് ഏലിയ പ്രവാചകൻ വന്നിട്ടുണ്ട്, കാണാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഏലിയ പ്രവാചകൻ കൊട്ടാരത്തിൽ വന്നു. ഏലിയ പ്രവാചകനെ കണ്ട പാടെ ആഹാബ് ശുഭിതനായി. ഇതാര്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനാണോ ഈ വന്നേക്കുന്നത് എന്നൊക്കെ ആഹാബ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാനല്ല ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്, നീയും നിന്റെ പിതൃഭവനവുമാണ്. നീ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഏലിയ പ്രവാചകൻ പറയുകയാണ്, നമുക്കിതിനെല്ലാം ഒരു അവസാനമുണ്ടാക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ തന്നെ ആളയച്ച് നമ്മുടെ ഇസ്രായേലിലുള്ള എല്ലാ ജനങ്ങളെയും വിളിക്ക്. അതുപോലെ തന്നെ നീ ബാലിനെ സേവിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിലേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. അങ്ങനെ ആഹാബ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം എല്ലാവരും ഈ കർമ്മേൽ പർവ്വതത്തിൽ വന്ന് കൂടുകയാണ്. അവിടെ വെച്ച് ഏലിയ പ്രവാചകൻ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ ബാലിനെയാണോ വിശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജനങ്ങളൊന്നും മിണ്ടുന്നില്ല. അപ്പോഴും ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്, ഇവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ, ബാക്കി ഇവിടെയുള്ള 450 പേരും ബാലിൻ്റെ പ്രവാചകന്മാരാണ്. അപ്പോൾ ഏലിയ പ്രവാചകൻ പറയും, നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇവിടെ ഇത്രയും പേരില്ലേ, 2 കാളയെ നിങ്ങൾ കൊണ്ടുവരിക. ഒരു കാളയെ ഞാനും എടുക്കാം, ഒരു കാളയെ ബാലിൻ്റെ പ്രവാചകന്മാരും എടുക്കട്ടെ. അങ്ങനെ എടുത്ത കാളയെ മുറിച്ച് വിറകിന്മേൽ തീയിടാതെ വിറകിന്മേൽ അടുക്കി വെക്കട്ടെ. ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ എൻ്റെ ദൈവത്തെയും വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഏത് ദൈവമാണോ ഉത്തരം അരുളുന്നത്, തീ കൊണ്ട് ഈ കാളയുടെ ഇറച്ചിയെ ദഹിപ്പിക്കുന്നത് ഏത് ദൈവമാണോ അവനാണ് ശക്തൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് ജനത്തോട് പറയും. അതിനെല്ലാം ജനം അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഉത്തരം പറയുകയും ചെയ്യും. ഇത് കേട്ടിട്ട് ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം കാളയെ മുറിച്ച് കഷ്ണമാക്കി വിറക് അടുക്കി വിറകിനെ മണ്ടക്കി കഷ്ണമെല്ലാം അടുക്കി വെച്ച് ബാലെ ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു ഡാൻസ് കളിക്കാനും ബാലിൻ്റെ വിളിച്ചപേക്ഷിക്കാനും അങ്ങനെ ഈ ബലിപീഠത്തിന് ചുറ്റും തുള്ളിച്ചാടിയൊക്കെ ഇരിക്കും. എവിടെ ബാലിൻ്റെ അനക്കവില്ല. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഏലിയ പ്രവാചകൻ അവരെ കളിയാക്കി പറയുന്നുണ്ട്, നിങ്ങളുടെ ദൈവം വല്ല ഉറങ്ങുമായിരിക്കും, അല്ലെ വല്ല യാത്രയ്ക്കൊക്കെ പോയേക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അവർ ശരീരത്തിൽ രക്തം വീഴുന്നത് പോലെ കുന്തം കൊണ്ടും വാളും കൊണ്ടും ഒക്കെ മുറിവേൽപ്പിച്ച് ബഹളം ഉണ്ടാക്കുകയാണ്. എന്നിട്ടും അവിടെ ഒരനക്കും ഉണ്ടായില്ല. ഇതൊക്കെ കണ്ട് നമ്മുടെ ഏലിയ പ്രവാചകൻ 12 ഗോത്രത്തിന് സാമ്യമായി 12 കല്ലെടുത്ത് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. ഈ യാഗപീഠത്തിൽ ഒരു ചെറിയ തോട് പോലെ ഉണ്ടാക്കി. എന്നിട്ട് അതിൽ വിറക് അടുക്കി പെറുക്കി വെച്ചിട്ട് കാളയെ മുറിച്ച് അതിന്മേൽ വെച്ചു. എന്നിട്ട് 4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം വെള്ളം 4 തൊട്ടിയിലായി ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ ഏലിയ പ്രവാചകൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്,
യഹോവേ, എനിക്ക് ഉത്തരം അരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയാവ് അവരോട് പിന്നീട് പറഞ്ഞത്, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിപ്പിൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുത്. അവരെ എല്ലാം പിടിച്ച് ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളയുകയാണ് ചെയ്തത്. ശേഷം ആകാശം ഇരുണ്ട് മഴ പെയ്യാൻ തുടങ്ങി. ആഹാബ് രഥത്തിലും ഏലിയാവ് രഥത്തിനും മുന്നായി ഓടിപ്പോയി എന്നാണ് ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ളത്.